ഹലോ കൂട്ടുകാരെ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ജിബി. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വീഡിയോയില് നമ്മളെല്ലാരും വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കോൾസ് മറ്റുള്ളവർ ഹാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മുടെ മൊബൈലിൽ തന്നെ കുറച്ച് സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ല അറിയാമോ? അറിയാവുന്നവർ കാണും, അറിയാത്തവരും കാണും. അപ്പൊ നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി നോക്കാം. അപ്പൊ ഞാനല്ല ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്, എന്റെ ഹസ്ബൻഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാന്നുള്ളത്. ജിബി പറഞ്ഞ പോലെ നമ്മൾ വാട്സപ്പിന് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ഞാനോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവരും ചാനലിലേക്ക് സ്വാഗതം. സോ എല്ലാവരും ഉള്ളൊരു സംശയമാണ്, നമ്മൾ ചെയ്യുന്ന വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോള് ലീക്ക് ആവാൻ സാധ്യതയുണ്ടോ? സാധാരണഗതിയിൽ അതിന് ചാൻസ് കുറവാണ്. എന്നിരുന്നാലും എല്ലാവർക്കും സംശയം കാണും. ചിലവരുടെ വാട്സപ്പ് കോൾ നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ കാണാറുണ്ട്. ചിലവരുടെ വാട്സപ്പ് കോൾ ലീക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ വീഡിയോ കോൾ ലീക്ക് ആവാറുണ്ട്. ഇത് മെയിനായിട്ട് ലീക്ക് ആവാൻ കാരണം പ്രധാനമായിട്ടും രണ്ട് രീതിയാണ്. ഒന്നെങ്കിൽ നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഏതെങ്കിലും വേറൊരു ഡിവൈസിൽ ലോഗിൻ ചെയ്തിരിക്കണം. നോർമലി വാട്സപ്പ് എന്ന് പറയുന്നത് ഒരു സെക്യൂർ മെസ്സേജിങ് പ്ലാറ്റ്ഫോമാണ്. സോ അതിൽ യൂസറിനും സെൻഡ് ചെയ്യുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് ഡേറ്റ. സോ അവർക്ക് രണ്ടുപേർക്കും ആ മെസ്സേജിൽ എന്താണുള്ളത് കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ട്രക്ചറിലാണ് വാട്സപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് എങ്ങനെ ലീക്ക് ആവാൻ മെയിൻ കാരണമാണ് ആരെങ്കിലും നമ്മളിത് ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ വേറെ ഏതെങ്കിലും ഡിവൈസിൽ ലിങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സപ്പ് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. സോ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് നോക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിങ്ക്ഡ് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണും. സോ ഇതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും നമ്മുടെ ഡിവൈസിൽ നമ്മുടെ ഉപയോഗിക്കുന്ന വാട്സപ്പ് ആരെങ്കിലും ഡിവൈസിന് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവൈസിന്റെ പേര് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ അങ്ങനെ ആരുടെയെങ്കിലും മൊബൈലിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സോ എല്ലാവരും ചെക്ക് ചെയ്തിട്ട് അങ്ങനെ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. അനന്തരായിട്ട് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്ന പറഞ്ഞത്, നമ്മളിത് നേരെ നമ്മൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, നേരെ സെറ്റിങ്ങിൽ പോവുക. സെറ്റിങ്ങിൽ പോയിട്ട് നേരെ പ്രൈവസിയിൽ പോവുക. പ്രൈവസിയിൽ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഉണ്ട്. സോ ഇതിൽ പ്രധാനമായ രണ്ട് ഓപ്ഷൻസ് വാട്സപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് എന്ന് പറയുന്നത് നമ്മൾ സേവ് ചെയ്യാതെ ഏതെങ്കിലും ആരെങ്കിലും മെസ്സേജ് നമുക്ക് വേണ്ടി അയക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻ ഓൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ അൺനോൺ നമ്പർ ചെയ്യുന്ന മെസ്സേജ് വരത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കാൾസ്. സോ നമ്മൾ വീഡിയോ കോളോ അല്ലെങ്കിൽ ഓഡിയോ കോളോ ചെയ്യുമ്പോൾ നമ്മുടെ IP ലീക്ക് ആവാതിരിക്കാൻ വാട്സപ്പ് തന്നെ ഒരു ഓപ്ഷനാണ് പ്രൊട്ടക്ട് IP അഡ്രസ് ഇൻ കാൾ. സോ ഇത് രണ്ട് നമ്മൾ ഓൺ ആക്കിയിട്ടൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ സംശയമാണ് പിന്നെ ഇത് എങ്ങനെ ലീക്ക് ആവാൻ പിന്നെയും സാധ്യത എന്തെന്ന് വെച്ചാൽ, വേറെ സാധ്യതയാണെന്ന് നമ്മുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. സപ്പോസ് നമ്മൾ ഒരാളെ വീഡിയോ കോൾ ചെയ്യുന്നു, നമ്മളൊരു വിശ്വസ്ത ഒരാളെ വീഡിയോ കോൾ ചെയ്യുന്നു. സോ അവർക്ക് നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കും സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ വിചാരിക്കും ആ വീഡിയോ കോൾ നമ്മൾ രണ്ടുപേരുടെയും ഫേസുകൾ ഉണ്ടല്ലോ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്. സോ ഇന്നത്തെ കാലത്ത് ആധുനിക ലോകത്ത് നമ്മുടെ ഫേസ് റിമൂവ് ചെയ്യാനുള്ള ധാരാളം ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇത് മെയിനായിട്ടും അബദ്ധം പറ്റുന്ന ഈ പ്രണയിക്കുന്നവർക്കാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രണയിക്കുന്നവർക്ക് പലരും വിശ്വസിച്ച് നമ്മളോട് സ്നേഹം കൂടി ഇതേപോലെ വീഡിയോകൾ, നമ്മൾ പ്രൈവറ്റ് ചാറ്റുകൾ അല്ലെങ്കിൽ വീഡിയോകൾ ഓരോരുത്തർ അയച്ചു കൊടുക്കുമ്പോൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക. സോ എല്ലാവരും ഈ ഓപ്ഷൻ നോക്കുക. നിങ്ങളുടെ വാട്സപ്പ് സെക്യൂർ ആണ്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുന്ന ദയവായി ഷെയർ ചെയ്യുക. ഇത് നേരത്തെ അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് രൂപത്തിൽ കമന്റ് ചെയ്യുക. അപ്പം നന്ദി, നമസ്കാരം.